സംസ്ഥാനത്ത് ചൂട് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുകയാണ്. 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കും. സംസ്ഥാനത്തെ റെക്കോർഡ് വൈദ്യുതി ഉപഭോഗത്തെ പിടിച്ചു നിർത്താൻ ഊർജിത ശ്രമങ്ങളാണ് KEC നടത്തുന്നത്. 112.52 ദശലക്ഷം യൂണിറ്റാണ് കഴിഞ്ഞ ദിവസത്തെ വൈദ്യുതി ഉപഭോഗം. ചിലയിടങ്ങളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും മുന്നറിയിപ്പുണ്ട്. സുനിഷ അയലൂർ വിശദാംശങ്ങളുമായി. വൈദ്യുതി ഉപഭോഗം റെക്കോർഡ് വർധനവാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കനത്ത ചൂടാണ് അതിൻ്റെ കാരണം. എങ്ങനെയാണ് വൈദ്യുതി നിയന്ത്രണം ക്രമീകരിക്കാൻ വൈദ്യുതി ബോർഡ് ആലോചിക്കുന്നത്? നികേഷ്, ചൂട് ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡ് ഭേദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മാത്രം പീക്ക് ടൈം ആവശ്യകതയും റെക്കോർഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഏതായാലും ഊർജിതമായ ശ്രമങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു, ചില മേഖല തിരിച്ചുള്ള നിയന്ത്രണങ്ങൾ. ഏതായാലും ഈ നിയന്ത്രണങ്ങൾ ഗുണം ചെയ്തിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പല മേഖലകളിലേക്കും ഇതേ രീതിയിൽ ലോഡ് കൂടുന്ന പല മേഖലകളിലേക്കും ഇത്തരത്തിൽ നിയന്ത്രണം കൊണ്ടുവരാൻ തന്നെയാണ് ഏതായാലും KECയുടെ തീരുമാനം. ഒപ്പം തന്നെ ഈ നിയന്ത്രണം നീട്ടും. ഈ മാർഗനിർദ്ദേശങ്ങൾ അടക്കം നേരത്തെ തന്നെ നൽകിയിരുന്നു. ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് പ്രധാനമായും ചെയ്യുന്നത്. ഏതായാലും ഇതോടൊപ്പം തന്നെ ഒരു കൺട്രോൾ റൂം സംസ്ഥാനത്തെ എല്ലാ ഭാഗങ്ങൾ, എല്ലാ മേഖലകളുടെയും പ്രശ്നങ്ങൾ വിലയിരുത്താനും ഏകോപിപ്പിക്കുന്നതിനുമായി തിരുവനന്തപുരത്ത് ഒരു കൺട്രോൾ റൂം തുടങ്ങിയിട്ടുണ്ട്. അത്തരത്തിൽ ഇതുകൂടി വിലയിരുത്തിയതിനു ശേഷം, 2 ദിവസത്തെ ഇതുകൂടി വിലയിരുത്തിയതിനു ശേഷം സർക്കാരിന് വീണ്ടും ഒരു റിപ്പോർട്ട് നൽകും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്നത്. ഏതായാലും വൈദ്യുതി ഉപഭോഗത്തിനെ പിടിച്ചുകെട്ടാനുള്ള മാർഗങ്ങൾ KEC നോക്കുന്നു. ഒപ്പം തന്നെ പക്ഷേ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുന്നുണ്ട്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഇന്നും യെല്ലോ അലർട്ടാണ്. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നതാണ് മുന്നറിയിപ്പ്. ഒപ്പം 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനുള്ള സാധ്യത പറയുന്നുണ്ട്.